ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരൻ. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. മറ്റന്നാൾ ശിക്ഷ വിധിക്കും. പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വന്ദനയുടെ കുടുംബത്തോട് 100% നീതി പുലർത്താൻ കഴിഞ്ഞെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി MM ജോസ് പറഞ്ഞു. കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കൊല ചെയ്യപ്പെട്ട വ്യക്തി ഒരു പാവപ്പെട്ട ഒരു ഹെൽപ്ലെസ് സഹായിക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീയാണ്. വെളുപ്പിനെ 4 മണിക്ക് സ്വന്തം ആശുപത്രിയിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ, തനിക്ക് മുമ്പിൽ വന്ന ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർ, ആ ഡോക്ടറെ തന്നെ ആ പേഷ്യൻ്റ് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് അപൂർവങ്ങളായി എത്തേണ്ടതാണ്, അല്ലെങ്കിൽ കണക്കൂട്ടേണ്ടതാണ് എന്നുള്ള വാദമാണ് പ്രോസിക്യൂഷനുള്ളത്. ഒരു ഹോസ്പിറ്റൽ തന്നെ ഇപ്രകാരം ഒരു വലിയ കുറ്റകൃത്യത്തിന് വേദിയായി കണ്ടെടുത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആ പ്രതിയുടെ പ്രവൃത്തിയും അപൂർവത്തിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. പ്രത്യേകിച്ചൊരു മോട്ടീവ് ഇല്ലാതെ ഒരു പെൺകുട്ടിയെ ഒരു പ്രതി കൊലപ്പെടുത്തുമ്പോൾ അതിലേക്ക് തെളിവുകൾ ശേഖരിക്കുക എന്ന് വളരെ ശ്രമകരമായിരുന്നു. കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥ നിലയ്ക്ക് എന്നെ ചുമതലപ്പെടുത്തി എൻ്റെ മേലുദ്യോഗസ്ഥരിൽ അർപ്പിച്ച വിശ്വാസവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടീമിൻ്റെ വളരെ ശ്രമകരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ഷമീർ അബ്ദുൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, എന്തായാലും കേരളം ഞെട്ടിയ വാർത്തയായിരുന്നു ഈ വന്ദന കൊലക്കേസ്, ഡോക്ടർ വന്ദന കൊലക്കേസ്. പലതരത്തിലുള്ള ചർച്ചകൾ അതിന് ശേഷം നമ്മൾ കണ്ടു, പ്രതിഷേധങ്ങൾ കണ്ടു. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു അന്തിമ വിധിയിലേക്ക് എത്തുന്നു കേസിൽ. എന്താണ് വിവരങ്ങൾ? സനീഷ്, കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അതായത് 2023 മെയ് 10 പുലർച്ചെയാണ് ഡോക്ടർ വന്ദനാദാസിനെ ഈ സന്ദീപ് എന്ന് പറഞ്ഞ അധ്യാപകനായിട്ടുള്ള ഇയാൾ കുത്തി കൊലപ്പെടുത്തുന്നത്. ആശുപത്രിയിൽ ഇയാൾ പരിക്കേറ്റ് അവിടെ എത്തുകയും മദ്യാസക്തിയിലുണ്ടായിരുന്ന ഇയാൾ ഡോക്ടറെ യാതൊരു പ്രകോപനം കൂടാതെ കുത്തി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് കേസ്. ഈ കേസിൽ 77 സാക്ഷികളെയും 22 തൊണ്ടിമുതലുകളെയും 205 രേഖകളും കോടതിക്ക് മുമ്പിൽ എത്തി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സന്ദീപ് മാനസിക അസ്വാസ്ഥ്യമുള്ള ആളാണ്, അയാൾ മാനസിക രോഗിയാണ് എന്ന തരത്തിൽ ഈ കേസ് സുപ്രീം കോടതി വരെ പോവുകയും, എന്നാൽ സുപ്രീം കോടതി ഈ കേസിൽ പ്രതിക്ക് മാനസിക രോഗം ഇല്ല എന്ന തരത്തിലേക്ക് അത് പരിശോധിക്കപ്പെടുകയും അത് തെളിയിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് വീണ്ടും ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് എത്തുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനമായും പ്രോസിക്യൂഷൻ പറയുന്നത്, പ്രതി ജയിലിൽ കിടന്ന് ഈ മാനസിക രോഗികൾ നടത്തുന്ന ക്രൈമുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സൈക്കാട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള ചില പുസ്തകങ്ങൾ വായിച്ചിരുന്നു. ആ പുസ്തകങ്ങൾ വായിച്ച് അതിനനുസൃതമായുള്ള മറുപടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കോടതിക്ക് മുമ്പിലും ഇയാൾ നൽകിയത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാനസികാരോഗ്യ വിദഗ്ധനെത്തി ഇയാളെ ചോദ്യം ചെയ്യുകയും ഇത് കണ്ടെത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള ശാസ്ത്രീയമായുള്ള ചോദ്യം ചെയ്യലൊക്കെ തന്നെ ഈ പ്രോസിക്യൂഷൻ നടത്തി വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രതിക്ക് ഈ മാനസിക രോഗി എന്ന ആനുകൂല്യം ലഭിച്ചില്ല. അതുകൊണ്ടാണ് പ്രതിക്ക് ഇത് റയറസ്റ്റ് എന്ന രീതിയിൽ ഈ കേസ് എടുക്കണമെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുകയും ചെയ്തത്. അത് വിജയിക്കുകയും ചെയ്തു. പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MM ജോസ് ആണ് ഈ കേസ് അന്വേഷിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ഇതിൽ യാതൊരു ഇൻറ്റൻഷനും ഇല്ലാതെയാണ് പ്രതി ഇത്തരത്തിൽ ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് ഇൻറ്റൻഷൻ ഈ കേസിലില്ല. അയാൾ മദ്യലഹരിയിലായിരുന്നു. അത് കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ കുടുംബത്തിനോട് 100% നീതി പുലർത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അത് അന്വേഷണ സംഘത്തിൻ്റെ വിജയമായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനുശേഷം വന്ദനാദാസിൻ്റെ കുടുംബാംഗങ്ങൾ, അച്ഛനും അമ്മയും കോടതിയിൽ ഈ വിധി പ്രസ്താവം കേൾക്കാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ അവർ പറഞ്ഞത് മറ്റന്നാൾ വെള്ളിയാഴ്ച വിധി വന്ന ശേഷം പ്രതികരിക്കാമെന്നാണ്. എന്തായാലും പരമാവധി ശിക്ഷ ഈ കേസിൽ സന്ദീപിന് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. ഹർഷൻ.